ചേട്ടാ ഒരു വ്യത്യാസവും ഇല്ലല്ലോ ഇവിടെ. പണ്ട് എങ്ങനെയാണോ ഇങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ ഇരിക്കണം അല്ലേ? അതെ അതെ, നമ്മുടെ മോളുടെ മിടുക്ക് തന്നെയാണ് ഈ വീട് ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നത്. ആ അവള് മിടിക്കാണ്. അതുകൊണ്ടല്ലേ ഈ പണക്കാരന്റെ കല്യാണാലോചന വന്നപ്പ അവള് 2 കാമുകന്മാരെ തേച്ചിട്ട് ഇവനെ കല്യാണം കഴിച്ചത്. ഇടി ഒന്നും മിണ്ടാതിരിക്കണേ, നിനക്ക് ഒരു സ്ഥലകാല ബോധമില്ലേ? എവിടെയാണ് എന്താണ് പറയണ്ടേന്ന് അറിഞ്ഞൂടെ? അയ്യോ, ഒരു സ്ഥലകാല ബോധമുള്ളവൻ വന്നേക്കണ്. ബോധം ഇല്ലാത്തോണ്ടല്ലേ നിങ്ങളുടെ അനിയന്മാര് 2 പേരും നിങ്ങളെ പറ്റിച്ച് സ്ഥലങ്ങൾ മുഴുവൻ എഴുതിയെടുത്തത്. അന്ന് ഈ ബുദ്ധിമാന്റെ ബുദ്ധിയൊക്കെ എവിടെ പോയിരുന്നു? എടി, എന്നെ പറ്റിച്ച് അവര് കൊണ്ടുപോയി സൂയിക്കിട്ടറി. അവര് സൂയിച്ചാണ് ജീവിക്കണം നിന്റെ വിചാരം? 2 പെൺമക്കൾ കെട്ടാച്ചിറക്കായിട്ട് അവിടെ നിക്കണല്ലേ? ഓ അതൊന്നല്ല, ആ പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തോണ്ടാണ്. ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതിയല്ല, കല്യാണം നടക്കാത്തതിന് ഓരോരോ കാരണങ്ങൾ പറയേണ്ടി വരും. ഇതാവുമ്പോ പിള്ളേർക്ക് താല്പര്യമില്ലെന്ന പ്രശ്നം തീർന്നില്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കല്യാണം കഴിക്കുന്നതിന് താല്പര്യം ഉണ്ടാവില്ല. കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ അനുഭവിക്കണ കാണുകയല്ലേ. നീ എന്താണ് എന്നെ കുത്തി പറയണ പോലെ? എടി, നീ എന്റെ ഒപ്പം വന്നതിന് ശേഷം അല്ലേ നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്, നല്ല ഉടുപ്പിടാൻ തുടങ്ങിയത്, ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കാൻ തുടങ്ങിയത്? ഓ ഞാനേ നിങ്ങളെ കല്യാണം കഴിച്ചു വരുമ്പേ വെള്ളരിപ്രാവ് പോലെ ഇരുന്നു. ഇപ്പൊ കണ്ടില്ല, ഓഞ്ഞ തവളനെ പോലെ ആയിപ്പോയി. അയ്യോ, ഒരു വെള്ളരിപ്രാവ് വന്നേക്കണം. നിന്നെ പെണ്ണാണാൻ വന്ന 36 പേര് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയല്ലേ? എന്റെ സ്ഥലത്തിന് ഞാൻ ഓക്കെ പറഞ്ഞു ഇപ്പൊ ഇവിടം വരെ എത്തി. ഒരു ജോലിയും കൂടി ഇല്ലാത്തന്നെ ഇത് തന്നെ കിട്ടിയത് പുണ്യം. അയ്യോ, എന്നെ കെട്ടാൻ വന്നപ്പോ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഒരു വെള്ളമുണ്ട്, ഒരു വെള്ള ഷർട്ടും ഉണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? പിന്നെ എന്നെ കെട്ടിക്കഴിഞ്ഞപ്പോ എന്റെ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നിരുന്നു. ഒരു ഭാഗ്യദേവത വന്നേക്കണം. ദേ എന്റെ വാലിക്കിന് കേൾപ്പിക്കരുതട്ടാ. എനിക്കുണ്ടായിരുന്ന 8 പോം കൊണ്ട് തൊലച്ചവനല്ലേ നിങ്ങൾ. എന്നിട്ട് എന്റെ വീടിന്റെ ആധാരം മേടിച്ച് പണയവും വെച്ച് അവസാനം എന്റെ ആങ്ങളായിട്ട് തല്ലുടിയായി. നിങ്ങൾ നല്ല രീതിയിലായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോഴും ആ വീട്ടിൽ കയറി ചെല്ലായിരുന്നില്ലേ? എന്നാ ഞാൻ പറഞ്ഞാണ് അവനെയും കൊണ്ട് അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കാന്ന്. നമ്മുടെ മോളുടെ മുറച്ചെറുക്കനല്ലേ എന്തൊക്കെ പറഞ്ഞാലും. എന്നിട്ട് നിങ്ങൾ അന്നേരം സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇപ്പോഴും ദേഷ്യത്തിലായിട്ടിരിക്കും. എന്റെ ആങ്ങളെ കണ്ടാ പോലും ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നതായി. പിന്നെ ഒരു ജോലിയും കൂടി ഇല്ലാത്തവർ ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കാം. എന്റെ മോള് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് എന്നെ കെട്ടിച്ചുവിട്ടത്. അവിടേക്ക് പോയിരുന്നെങ്കിൽ എന്റെ മോൾക്ക് എന്നും സങ്കടവും പരിഭവവും ഉണ്ടാവുള്ളായിരുന്നു. ആയത്തെ മൂച്ചിൽ നടക്കും, പിന്നെ ഒന്നും നടക്കൂല. ഇവിടെയാണെങ്കിൽ നല്ല അമ്മ, നല്ല അച്ഛൻ, നല്ല കുടുംബം, സ്വത്തുക്കൾ ഉണ്ട് ആവശ്യത്തിന്. അവനാണെങ്കിൽ നല്ല ജോലി, കോഴിക്കോട് നല്ല അടിപൊളി ജോലി. പിന്നെ എന്ത് വേണം? ഇതിൽ കൂടുതൽ ഭാഗ്യം കിട്ടാൻ തരും പെണ്ണിന്. ഭാഗ്യം തന്നെ. പക്ഷെ നിങ്ങളുടെ മോളെ അധികം കാലം ആ ഭാഗ്യം കൊണ്ടിടക്കും തോന്നണില്ല. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അതെ, കുറച്ച് നാളായിട്ടേ അവൾക്കൊരു ചുറ്റിക്കളിയുണ്ട്. ഞാനത് കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറയണത് അതെന്റെ പണ്ടത്തെ വെസ്റ്റിയാണെന്ന്. ആ മരുമോനായിട്ട് എന്തോ പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കണുണ്ട് ഇവിടെ, അതുറപ്പാണ്. അവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞാ? അവള് പറഞ്ഞല്ല, പക്ഷെ അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി. എന്നിട്ട് പിന്നെ ഞാൻ കുറേ അവളങ്ങോട്ട് ഉപദേശിച്ച്. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അയാളായിട്ട് ബന്ധമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഞാനിതൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞത് നമ്മുടെ മോന്റെ ഭാര്യയില്ലേ, അവളാണ് എനിക്ക് ഇതിന്റെ വോയിസ് മെസ്സേജ് അതും ഇതൊക്കെ കാണിച്ചു തന്നത്. അതുകൊണ്ട് എന്താണ്, അവളായിട്ടും അവള് യുദ്ധമായി. ഇഷ്ടമല്ല ഇപ്പൊ അവളാ, എനിക്കെല്ലാം പറഞ്ഞു തന്ന അവളാണല്ലോ. അതുകൊണ്ട് അവളോട് ഇഷ്ടക്കേടായി. വെറുതെ അല്ല അപ്പൊ അവള് ഇപ്പൊ അങ്ങോട്ട് വരാത്തത്. അവളോട് പറഞ്ഞേക്കണ എന്റെ തനിക്കൊന്നും അവള് കാണാൻ നിൽക്കരുത്, മാറ്റിയാക്കി ജീവിച്ചോണെന്ന്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പപ്പനെ നല്ല പേടിയാണ്. അതുകൊണ്ട് ഇനി ആ വഴിക്ക് പോവാൻ ചാൻസ് ഇല്ല. എടി, നീ രാവിലെ മരുന്ന് കഴിച്ചായിരുന്നോ? അയ്യോ, അത് മറന്നുപോയി. എന്നാ നീ അവിടെ ചെന്നിട്ട് ഒന്നും മിണ്ടാ നിക്കണ്ട. നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത് നിനക്ക് തന്നെ അറിയാൻ പറ്റൂല. പിന്നെ എനിക്ക് എന്താണ് ബോധമില്ലേ? അയ്യോ, ബോധമില്ല, അതാണ് പറഞ്ഞത്. ചേട്ടത്തിയുടെ അമ്മയച്ഛനും അല്ലേ? എന്താ അവിടെ തന്നെ നിക്കണേ? കേറി വാ. ദേ ഞങ്ങള് വന്നുള്ളൂ. ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നോയി. ഇവിടെയൊക്കെ ഒരു മാറ്റമില്ലേ, അതും പറഞ്ഞ് നിക്കായിരുന്നു. വാ വാ, കേറി വാ. മോക്ക് സുഖാണോ ഇവിടെ? സുഖാണ് അമ്മച്ചി. വീട്ടിൽ പോവാറില്ലേ? ഇടക്ക് 2 ദിവസം അവിടെ പോയി നിന്നായിരുന്നു. അമ്മേ, ദേ ചേട്ടത്തിയുടെ അച്ഛനമ്മയും വന്നേക്കണ. ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടാ സുശീലേ? ഓരോ തിരക്കുകളല്ലേ ചേച്ചി. എന്നും വിചാരിക്കും ഇങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന്. കഴിഞ്ഞ ആഴ്ചയൊക്കെ മുഴുവൻ ഹോസ്പിറ്റലിലായിരുന്നു മൂത്തവനെ കൊണ്ട്. അയ്യോ, അവൻ എന്തു പറ്റി? അതേ, ജോലി കഴിഞ്ഞ് വണ്ടിക്ക് വന്നേരുന്നു. അന്നേരം പട്ടി വട്ടം ചാടി ഉരുണ്ടലിച്ച് വീണു. മേലാസകലം പോയി. ഓപ്പറേഷൻ വരെയും വേണ്ടി വന്നു. എൻ്റെ അമ്മേ, ആകെ അവശതയായി. എൻ്റെ ദൈവമേ, 1 രൂപ പോലും കൊടുക്കാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റി. കാരണം ഇവന് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇവന് ജോലി കിട്ടിയപ്പോൾ ഞാൻ അന്നേ പറഞ്ഞു, എടാ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കണം, എന്നിട്ട് മതി ജോലിക്ക് പോക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ രക്ഷയായി. എന്താ ആരോഗ്യ ഇൻഷുറൻസ്?
ഈ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണ്ടേ? അത്രക്ക് പൈസ ഒന്നും വേണ്ടേ ചേച്ചി? ഇതിപ്പോ എല്ലാം ഓൺലൈനായിട്ട് എടുക്കണേല്ലേ, അതാവുമ്പോ ചെലവും കുറയും. 1 കോടി രൂപയുടെയൊക്കെ ഇൻഷുറൻസ് 300-400 രൂപ മാസം കൊടുത്താൽ മതി. ഈ ഓൺലൈനിൽ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇന്ത്യയിലെ എല്ലാ കമ്പനികളും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന പ്രീമിയം നോക്കി പോളിസി നമുക്ക് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഓൺലൈൻ വഴി എടുക്കണോണ്ട് 25% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ വേറെ കമ്മീഷനോ ഒന്നുമില്ല. ഇതെങ്ങനെയാണ് അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റണത്? ഈ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ കമ്പനികളും കാണാം. അത് തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന പ്രീമിയത്തിൽ പോളിസി തിരഞ്ഞെടുക്കാൻ പറ്റുന്നേ. ഇനി വല്ല ഡൗട്ടും വന്നാലേ അവരുടെ റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ സഹായിക്കും. വേണ്ടി വന്നാൽ വീട്ടിൽ വരും. കൊള്ളാലത്. ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഇട്ടിട്ടാ കേറി നോക്കുന്നേ. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്തുകൊണ്ടും നല്ലതാണ്. അതെ അതെ, കറക്റ്റ്. അത് ശരിയാ. അവളെന്തി കണ്ടില്ലല്ല? അല്ലെങ്കിൽ ഞങ്ങള് വരുമ്പോ ഓടി ആദ്യം എത്തണത് അവളാണല്ല. ചേട്ടത്തി അങ്ങോട്ട് വന്നാണല്ലോ രാവിലെ. വീട്ടിൽ പോണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാ. ചോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അവൾ അങ്ങോട്ട് പോയി. അയ്യോ, ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവളെ വിളിച്ചപ്പോ കുറെ ചീത്ത അങ്ങോട്ട് പറഞ്ഞു. പിന്നെ അല്ലാണ്ട് വീട്ടിലും വരാണ്ട് ഒന്ന് കുടുംബത്തെ അച്ഛനും അമ്മയും ഒന്നും വേണ്ടേ എന്നൊക്കെ ചോദിച്ചാണ് ചീത്ത പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ വന്നിണ്ടമ്മേ, അമ്മച്ചി വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമായി. ഞാനാണ് അധിയനെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നത്. അപ്പേക്ക് അവൾ അങ്ങോട്ട് പോയി. എന്തായാലും ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും. 2 ദിവസം മുന്നേ എന്നോട് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്ന് അവരങ്ങോട്ട് ചെല്ലാത്തതിന് പരിഭവം പറയാണെന്ന്. അപ്പൊ ഞാൻ തന്നെ അവളോട് പറഞ്ഞേ, നീ എന്നാ നാളെ മറ്റന്നാളെ പോവാൻ നോക്കുന്നു. സുജിയാണെങ്കിൽ ഇന്ന് രാവിലെ പോണേന് മുന്നേ എല്ലാ പണിയും തീർത്ത് വെച്ചിട്ടാ പോയെ. അതുകൊണ്ട് ഇവക്ക് ഇപ്പൊ സുഖായി. അയ്യോ, ഞാൻ എന്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി. ചേട്ടാ ഒന്ന് വിളിച്ചവളാ, അവിടെ എത്തിയാന്നൊന്ന് ചോദിച്ചേ. താങ്കളുടെ അക്കൗണ്ടിൽ കോൾ വിളിക്കാനുള്ള ബാലൻസ് ഇല്ല, ദയവായി റീചാർജ് ഓ, എന്റെ ഫോണില് റീചാർജ് തീർന്നു, വിളിച്ചിട്ട് ഫോണില്ല. പാപ്പ എന്നാ ഞാൻ വിളിക്കാൻ ചേട്ടത്തിയെ. എന്നാ ഒന്ന് വിളിക്കുമോളെ, അവിടെ എത്തിയാന്ന് അറിയാല്ല. ഹലോ ചേട്ടത്തി, വീട്ടിലെത്തിയാ? ഞാൻ വീട്ടിലെത്തി, ചോറ് കഴിക്കണ്. അമ്മച്ചി എനിക്ക് കുറച്ച് ചോറ് മതിയേ. അമ്മച്ചിയാ? എന്റെ അമ്മച്ചി എനിക്ക് ചോറ് എളുപ്പി തന്നോണ്ടിരിക്കുക. കൊറേ നാളത്തെ വന്നെന്റെ സ്നേഹപ്രകടനാണേ. പപ്പ ആ കറി ഇങ്ങോട്ട് എടുത്തേ. പപ്പ ഇടുണ്ട്, കൊടുക്കണോ? ഞാനോ? എന്നാ ഒന്ന് കൊടുത്തേ. ഇപ്പൊ കൊടുക്കട്ടാ. മോളെ, എന്തുണ്ട് വിശേഷം? സുഖം തന്നെയാണോ? ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാ, പക്ഷെ സമയം കിട്ടണ്ടേ മോളെ. കല്യാണത്തിന്റെ അന്ന് കണ്ടതാ നിങ്ങളെല്ലാരെയും. അവളെ എവിടെയാണത്? എന്താണ് ഈ പറഞ്ഞോണ്ടിരിക്കണത്? എന്നാലേ അമ്മച്ചിയുടെ കയ്യിലൊന്ന് കൊടുക്കാവോ ചേട്ടത്തി ഫോൺ? അതിനെന്താ, കൊടുക്കാലോ. മോളെ മാളു സുഖം തന്നെ. ഇവളിപ്പോ മോളുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. സുഖായിട്ടിരിക്കണം. അടിപൊളി. മാളു, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടത്. ഇവിടെ അനിയൻ വന്നേക്കണേ. ശരിട്ടാ. കട്ടാക്കി. അവളെ നമ്മളെ കാണാൻ വരെയെന്നും പറഞ്ഞ് പോയിട്ടേ ഏതോ ഒരുത്തന്റെ ഒപ്പം പോയേക്കണ വൃത്തിയായിട്ടവള്. പപ്പ ഇതാ ബെസ്റ്റ് തന്നെ. ആര്? ബെസ്റ്റി, അവളുടെ ഒരു കൂട്ടുകാരിയാണ്. അയ്യോ, എന്റെ തലവേദന എടുക്കണ്. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ പൊട്ടനായി മാറില്ലേ? ബെസ്റ്റി, അവളുടെ കാമുകൻ. കള്ള കാമുകൻ. അയ്യോ, എനിക്ക് തലവേദന എടുക്കണേ. കാമുകനാ? തലവേങ്ങാണ്. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാത്തോണ്ടാണ്. പണ്ട് ഈ കല്യാണം വന്നപ്പോ 2 പേരെ തേച്ചിട്ടാണ് ഇവിടുത്തെ മോനെ കല്യാണം കഴിച്ചത്. കണ്ട ചേട്ടത്തിന്റെ അമ്മ പറഞ്ഞപ്പോ ചേട്ടത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം ഞാൻ ശരിക്കും കേട്ടതാണ് ചേട്ടത്തി വേറെ ആരോടും സംസാരിക്കുന്നത്. അന്ന് ഞാനിത് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു എനിക്ക് അസൂയാണെന്ന്. എന്റെ സ്വന്തം ഭർത്താവ് പോലെ എന്നെ വിശ്വസിച്ചില്ല. പിന്നെ ഒരു ദിവസം രാത്രി ഇവിടെ വർത്താനം കണ്ടപ്പോ നിങ്ങളെല്ലാരെയും വിളിച്ചു കൂട്ടി. ഇവിടെ അച്ഛനും അമ്മനെയൊക്കെ ഞാൻ വിളിച്ചു കൂട്ടി കഴിഞ്ഞപ്പോ എല്ലാരും കൂടി എന്നെ ചീത്ത പറഞ്ഞു. അത് പിന്നെ സ്വന്തം അനിയനായിരുന്നു. അനിയനാ? രാത്രിയാ? എന്താണ് മോളീ പറയണത്? അത് അമ്മച്ചി, കഴിഞ്ഞ ദിവസം രാത്രി ചേട്ടത്തിൻ്റെ അനിയൻ ഇവിടെ വന്നായിരുന്നു. എനിക്ക് അനിയനെ കണ്ടായിട്ട് ഒട്ടും ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ മുഖമൊക്കെ മൂടിയാ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ആരോണെന്ന് വിചാരിച്ച് എല്ലാവരെയും വിളിച്ച് കാണിച്ച്. അനിയനാന്ന് എനിക്കറിയില്ലായിരുന്നു. മോളെന്താണ് ഈ പറയണത്? അവളുടെ അനിയൻ ദുബായി പോയിട്ട് 4 മാസമായി. അവളിവിടെ പറഞ്ഞൊന്നുമില്ലേ ദുബായിലാവും പോയ കാര്യമൊന്നും? 4 മാസമായിട്ട് ദുബായിലാ? അപ്പൊ ഇവിടെ വന്നതാരാണ്? അത് അവളുടെ അനിയൻ തന്നെയാന്നേ, ഞാൻ കണ്ടല്ല അവനാ. അയ്യോ, അവൻ ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പൊ 4 മാസം കഴിക്കുന്നേ. അവൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണത്? ആകെ കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ. ചേട്ടാ, ഇനി അത് മറ്റവനായിരിക്കുവോ? എന്റെ ആങ്ങളയുടെ മോൻ, അവളുടെ മുറച്ചെറുക്കൻ. നീ ഓരോന്നും പറഞ്ഞിട്ടാക്കല്ലേ ഭാരതി. ഞാൻ പറയണേനാണ് കുറ്റം, അവള് ചെയ്യണേനല്ല. സ്വന്തം മോളാന്ന് പറഞ്ഞ് ഇത്രയും താലോലിച്ച് മുന്നേരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അതെ വന്നവൻ ചിരിക്കും അനിയനെ പോലെ തന്നെ ഇരിക്കുന്ന. ഞാനും അച്ഛനും ദേ ഇവളും കണ്ടല്ലേ, ഇവൾക്ക് പിന്നെ അറിഞ്ഞൂടെന്ന് വെക്കാം. ഞാനും അച്ഛനും എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവനാ, ഞങ്ങക്ക് അറിഞ്ഞൂടെ? എന്നാ അതവൻ തന്നെ എൻ്റെ ആങ്ങളയുടെ മോൻ. എൻ്റെ ഇളയ മോനും ആങ്ങളയുടെ മോനും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ട്വിൻസ് പോലെയേ തോന്നുള്ളൂ. എല്ലാവരും ചോദിക്കാറുണ്ട് ട്വിൻസ് ആണാന്ന്. എൻ്റെ ആങ്ങളയായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ തമ്മിലേ. അപ്പൊ എന്നാ പിന്നെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി ഇവളെയും കൊണ്ട് മുറച്ചെറുക്കനെ കല്യാണം കഴിപ്പിക്കാന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, പുള്ളി സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടുത്തെ മോൻ്റെ ആലോചന വന്നത്. അപ്പൊ ആ കല്യാണം കൊണ്ട് നടത്തി. പക്ഷെ ഇപ്പോഴും അവക്ക് ആ മുറച്ചെറുക്കനായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എടി ഭീകരി. പപ്പ ആ ഫോൺ കിടന്നേ. ദേ കണ്ട മോളെ, ഇതാണ് എൻ്റെ ആങ്ങളുടെ മോൻ, ഇത് എൻ്റെ ഇളയ മോൻ. കണ്ട ഒരേപോലെ ഇരിക്കണണ്ട? ശരിയാണല്ല, രണ്ടുപേരും ഒരേപോലെ ഉണ്ട്. അമ്മ നോക്കിയേ, ദേ അമ്മ നോക്കിയേ, ശരിയാണല്ലോ, ഒരേപോലെ തന്നെ. അവര് തമ്മിലുള്ള ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ മീശയാണ്. എൻ്റെ മോനാണെങ്കിൽ ഇടക്ക് മീശ വളർത്താറുണ്ട്, മറ്റവൻ മീശയെ വളർത്താറില്ല. എനിക്ക് ഓർമ്മയുണ്ട്, വന്ന ചെറുക്കന് മീശ ഉണ്ടായിരുന്നില്ല. പോയി എൻ്റെ മോളുടെ ജീവിതം പോയി, നശിച്ച്. ദൈവമേ, എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് ഇവിടെ നടക്കണത്? അവക്ക് ഇവിടെ ആരെ അത്രക്ക് ഇഷ്ടമായിരുന്നില്ല. കഷ്ടപ്പെട്ടാണ് ഇവിടെ നിക്കണേന്ന് എന്നും പറയുമായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് കുടുംബത്തെ മറന്ന് ഇങ്ങനെയൊന്നും ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും നാളവള് ഞങ്ങളെല്ലാരെയും പറ്റിക്കായിരുന്ന. പാവം എൻ്റെ മോനെ ഒന്നും അറിയാണ്ട് വല്ല സ്ഥലത്തും കിടന്ന് അവക്കും മക്കൾക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ചേട്ടത്തി അഭിനയിക്കുകയാണെന്ന് എനിക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ മനസ്സിലായി. പക്ഷെ ഇവർക്കാർക്കും മനസ്സിലാവണ്ടായിരുന്നില്ല. ഞാൻ കുറേ പ്രാവശ്യം മനസ്സിലാക്കാൻ നോക്കി. അപ്പോഴൊക്കെ ചേട്ടത്തിനെ കണ്ടുപടി, ചേട്ടത്തിനെ കാല് കഴുകിയ വെള്ളം കുടിയ എന്നൊക്കെ പറയായിരുന്നു. എന്നാൽ ഈ പെണ്ണ് എന്ത് ഭാവിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് മനസ്സിലാവണല്ലോ ദൈവമേ. എന്തായാലേ അവളൊന്ന് വരട്ടെ ഇങ്ങോട്ട്. എൻ്റെ അമ്മേ, ഒരുപാട് ലേറ്റായി പോയി. അമ്മച്ചിക്കും പപ്പക്കാണെങ്കിൽ കണ്ടിട്ട് കുറേ നാളത്തി കണ്ടേല്ലേ. അതിൻ്റെ സ്നേഹപ്രകടനം, ഭക്ഷണം കഴിക്കാൻ തരല്, അതെടുക്കല് ഇതെടുക്കല്, ഇത് തന്നെ. ദേ ഒരു ലോഡ് സാധനങ്ങൾ തന്നാ വിട്ടേക്കണേ ഇവിടേക്ക്. ഇതൊക്കെ കൊണ്ട് വണ്ടി കയറ്റി വരണ്ടേ, ബസ്സിനാണെങ്കിൽ ഭയങ്കര തിരക്ക്, അതാ ലേറ്റായത്. എന്നിട്ട് നിന്റെ അമ്മച്ചി എന്ത് പറഞ്ഞ്? ഇവിടെ എല്ലാരെയും അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. പ്രത്യേകിച്ച് അമ്മന ഒരു ദിവസം നിങ്ങളെല്ലാരെയും കാണാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെ മാളു മോളെ, നിന്നെ അന്വേഷിച്ചിട്ടാ. അച്ഛനെ അന്വേഷിച്ചിട്ടാ. അച്ഛന്റെ കാലുവേദന മാറാനുള്ള ഒരു മരുന്ന് ഒരു വൈദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോ മേടിച്ചു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പ. എന്തു പറ്റി? എല്ലാവർക്കും ഒരു ഉഷാർ കുറവ് പോലെ. ഞാൻ വീട്ടിൽ പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഈ അഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടതാണ്. അമ്മച്ചിക്കാണെങ്കിലേ ഒട്ടും വയ്യ, പ്രഷറിന്റെ ഗുളിക കഴിക്കണോണ്ടേ. ഇങ്ങനെ അതെങ്ങാനും കഴിക്കാൻ മറന്നു പോയാ പിന്നെ ഈ പരസ്പര ബന്ധമില്ലാണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മോളേടി, നീ പറഞ്ഞ അമ്മച്ചി ദേ ഇത്രയുണ്ടാ? അയ്യോ, എല്ലാം പൊളിഞ്ഞല്ലോ ദൈവമേ. പപ്പയും അമ്മച്ചി എവിടെ ഉണ്ടായിരുന്ന? നീ എന്ത് ഭാവിച്ചാടിയുള്ള നോണം മുഴുവൻ ഈ പറഞ്ഞു കൂട്ടണേ. ആരാ അന്ന് രാത്രി ഇവിടെ വന്നത്? നിന്റെ അനിയനാണാ? നിന്റെ അനിയൻ ദുബായി പോയിട്ട് കുറെ കാലങ്ങളായിന്ന് പറഞ്ഞു. ദുബായി പോയ അനിയൻ എങ്ങനെ രാത്രി ഇവിടെ വന്ന്? മോളെ, നിന്നെ പറ്റി ഇങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ വിചാരിച്ചിരുന്നത്. സ്വന്തം മോളെ പോലെയാണ് നിന്നെ ഞാൻ കൊണ്ടുവരുന്നിരുന്നത്. എന്നോടും ഇവളോടും മോനോടൊക്കെ ചെയ്തത് ഒരിക്കലും പുറക്കാൻ പറ്റാത്തതാണ്. ഞാനിതെല്ലാം അവനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ എന്താണെന്നറിയാം, അമ്മ എനിക്കിതൊക്കെ അറിയായിരുന്നെന്ന്. അവനിതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് വരാത്തതെന്ന്. പാവം പല സ്ഥലത്തും പോയി കിടന്ന് കഷ്ടപ്പെടാണ് നിനക്കൊക്കെ വേണ്ടി. ചോദിക്കുമ്പോ പൈസയൊക്കെ അയച്ചു തന്നില്ലേ? നിനക്ക് ഞങ്ങളെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഞങ്ങളോട് നേരിട്ട് പറയണം, എന്നിട്ട് വീട് മാറി താമസിക്കുക എന്തെങ്കിലും ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ സ്നേഹിച്ച് പറ്റിക്കരുതായിരുന്നു. മതി നിർത്ത്. എനിക്ക് നിങ്ങളുടെ മോനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഈ പപ്പയും അമ്മച്ചിയും പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്ന് വിചാരിച്ചപ്പോണെങ്കിൽ പുള്ളിക്ക് ഇഷ്ടം അച്ഛനോ അമ്മനോ അനിയനെയൊക്കെ. പിന്നെ ഞാൻ ആരെയെന്ന് പറഞ്ഞ് ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം നോക്കി പോയത്. ഭർത്താവിന് സ്വന്തം അച്ഛനെ അമ്മനെ ഇഷ്ടമൊന്നും പറഞ്ഞ് വേറെ ആളെ തേടി പോണാണ് ഇതിന്റെ നല്ല കാര്യം. എന്തായാലും നിനക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റൂല. എന്നിട്ട് എങ്ങോട്ട് ഇറങ്ങാനാണ് പാവം? എന്നെ ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലോട്ട് വരും. ഏത് വീട്? അത് എന്റെ വീടാണ്, എന്റെ പേരിലുള്ള വീട്. അവിടെ ആരെയൊക്കെ നിർത്തണം വേണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്നാ വേണ്ട, എപ്പ ഇറങ്ങി ചെന്നാലും എന്നെ സ്വീകരിക്കാൻ അവൻ റെഡിയാണ്.
അല്ല അവന്റെ കല്യാണം ഉറപ്പിച്ചാരി നീ അറിഞ്ഞായിരുന്ന? കല്യാണോ? ആ അതെ, അവന്റെ കല്യാണം അടുത്ത ആഴ്ച. എന്തൊക്കെ പിണക്കമാണെങ്കിലേ എന്റെ ആങ്ങളേനെ കല്യാണം വിളിച്ചിട്ടുണ്ട്. അപ്പഴാ ഞാൻ അറിയണേ. എടി മോളെ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുള്ള നിന്നെ അവൻ സ്നേഹിക്കണമെങ്കിൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ. അതൊരിക്കലും യഥാർത്ഥ സ്നേഹമല്ല. ഇനി എല്ലാം തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മോനാണ്, ഞങ്ങളുടെ മരുമോൻ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരും അവന്റെ ഭാഗത്തേ നിൽക്കുള്ളൂ. നിന്റെ ഭാഗത്ത് ഒരു ശരിയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല. ഇതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ എത്ര കള്ളങ്ങൾ കൂട്ടിവെച്ച് ചീട്ടുകൊട്ടാരം ഉണ്ടാക്കിയാലേ അതൊരു ദിവസം പൊളിഞ്ഞു വീഴും. കേട്ടിട്ടില്ലേ, എന്തൊക്കെ നേടിയാലും സമ്മാനം വാങ്ങാൻ താഴെ വരേണ്ടി വരുമെന്ന്? അത് സത്യമാ. കള്ളങ്ങൾക്ക് അത്രയൊന്നും ആയുസില്ലെന്നേ. അങ്ങനെ ചേട്ടത്തി ഈ വീട് വിട്ടു പോയിട്ടാ. പിന്നീടും അവരെല്ലാരും ജീവിച്ചു, അഭിനയങ്ങളില്ലാതെ പരസ്പരം സ്നേഹിച്ച്. പക്ഷേ അഭിനയിക്കുന്നവർ എന്നും അഭിനയിച്ചേ ജീവിക്കുള്ളൂ. എന്നെ ആദ്യം കല്യാണം കഴിച്ച ആള് ഭയങ്കര ദുഷ്ടനായിരുന്നു ഏട്ടാ. പുള്ളിയുടെ അച്ഛനും അമ്മയും അനിയനൊക്കെ എന്നെ തല്ലേം ചീത്തറയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അയാളുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡൈവോഴ്സ് ആവശ്യപ്പെട്ടത്. അപ്പൊ അയാൾക്ക് എൻ്റെ മക്കളെ വേണമെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ച് എൻ്റെ മക്കളെ എനിക്ക് തന്നില്ല. മക്കളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചേനെ. പിന്നെ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിക്കാതിരുന്നപ്പോഴാണ് ചേട്ടൻ്റെ ആലോചന വന്നത്. അപ്പൊ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ കല്യാണം നടത്തണേ. ചേട്ടനൊരു മകളുണ്ടെന്നൊക്കെ എനിക്കറിയാം. വയസ്സായ അച്ഛനും അമ്മയാണെന്ന് അറിയാം. അവർക്ക് എന്നും ഞാൻ തുണയായിരിക്കും. ചേട്ടൻ്റെ മകള് ഇനി മുതൽ എൻ്റെ സ്വന്തം മകളാണ്. ഞാൻ അങ്ങനെ കാണൂ. ഹലോ, നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം എന്തുകൊണ്ടും നല്ലതാണ് അല്ലേ? ഇപ്പോൾ അത് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ 25% വരെ ഡിസ്കൗണ്ടും ലഭിക്കും. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതുവഴി കയറി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒട്ടനവധി കമ്പനികൾ കാണാൻ പറ്റും. അതിലെ പോളിസികൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന പ്രീമിയത്തിലുള്ള പോളിസി തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒന്നും എടുക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്